ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ അളവിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ നീളം 15 ഇഞ്ചാണ്. പിന്നെ ഈ തുണിയുടെ വീതി ഉള്ളത് 54 ഇഞ്ചുമാണ്. ഇനി ഈ തുണിയുടെ മുകൾ ഭാഗത്ത് ഞെറിവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഈ തുണിയിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ആദ്യത്തെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ വെറുതെ വിട്ട് നെക്സ്റ്റ് വരുന്ന ഈ ഒരു പോയിന്റിൽ നിന്നും അടുത്ത മാർക്കിങ്ങിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള മാർക്കിങ്ങും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞെറിവിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലൈനിങ് തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. മെയിൻ തുണിയുടെ ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് തുണിയുടെ നീളം എടുത്തിട്ടുള്ളത്. പിന്നെ ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 33 ഇഞ്ചാണ്. ഇനി ഈ ലൈനിങ് തുണിയുടെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് തുണിയുമായിട്ട് മെയിൻ തുണി അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലൈനിങ് തുണിയുടെ മുകളിലേക്ക് മെയിൻ തുണിയുടെ മോശം വശം ചേർത്ത് വെച്ച് ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സ്കേർട്ടിനെ ഇതുപോലെ റോങ് സൈഡിലേക്കാക്കി മുകളിൽ നിന്നും താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് ലൈനിങ് തുണിയും മെയിൻ തുണിയും ഒരുമിച്ച് വെച്ച് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്ത മുകൾ ഭാഗം ഇതുപോലെ റോങ് സൈഡിലേക്ക് മടക്കി 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്കേർട്ടിൻ്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുത്താൽ ഇതുപോലെയായിരിക്കും കിട്ടിയിട്ടുള്ളത്. ഈ സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്ത് 1 ഇഞ്ച് വീതിയുള്ള ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള തുണിയുടെ ലെങ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തെ അളവ് എത്രയെന്ന് നോക്കാം. 12 ഇഞ്ചാണ് ഒരു ഭാഗത്തെ അളവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലേക്ക് വരുമ്പോൾ 24 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ ബെൽറ്റിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം എടുക്കേണ്ടത് 24 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുണി കൂടെ കൂട്ടുന്നുണ്ട് 2 സൈഡിലേക്കും മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ 26 ഇഞ്ച് ലെങ്ത്തുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ തുണിയുടെ പീസിൻ്റെ നല്ല വശവും ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗത്ത് കൂടെ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ തുണിയുടെ 2 അറ്റവും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ പീസിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി ഈ സ്കേർട്ട് പാർട്ടിൻ്റെ റോങ് സൈഡിലേക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം കവർ ചെയ്യുന്ന പോലെ വെച്ച് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ള തുണിയുടെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 50 ഇഞ്ചാണ്. അപ്പോൾ ഈ തുണിയുടെ പീസിനെ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് മടക്കി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഉള്ളത്. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും